നമസ്കാരം. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ എംപിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇന്നും നാളെയും എംപിമാരുടെ സത്യപ്രതിജ്ഞ തന്നെയാണ് ലോക്സഭയിലെ പ്രധാനപ്പെട്ട അജണ്ട. വിദേശ സന്ദർശനം നടത്തുന്ന തിരുവനന്തപുരം MP ശശി തരൂർ ഈ ആഴ്ച അവസാനമാകും സത്യപ്രതിജ്ഞ ചെയ്യുക. അതേസമയം ജയിലിൽ കഴിയുന്ന മറ്റ് 2 എംപിമാർ കൂടി ഇക്കുറി നമുക്കുണ്ട്. അതും ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും വിഘടനവാദ പ്രവർത്തനങ്ങളുടെയും പേരിൽ പഞ്ചാബിലെ ഖാദർ സാഹിബ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച അമൃത്പാൽ സിംഗും ജമ്മു കാശ്മീരിലെ ബാരാമുള്ള മണ്ഡലത്തിൽ നിന്നും വിജയിച്ച എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൾ റാഷിദുമാണ് ഈ 2 എംപിമാർ. അമൃത്പാൽ സിംഗ് വിഘടനവാദത്തിന്റെ പേരിലാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത് എങ്കിൽ എഞ്ചിനീയർ റാഷിദ് തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകിയ കേസിലാണ് നിലവിൽ ശിക്ഷ അനുഭവിക്കുന്നത്. എഞ്ചിനീയർ റാഷിദ് 2019 ഓഗസ്റ്റ് 9 മുതൽ തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ ശിക്ഷിക്കപ്പെട്ട് തീഹാർ ജയിലിൽ കഴിഞ്ഞു വരികയാണ്. ദേശീയ സുരക്ഷാ നിയമപ്രകാരം 2023 ഏപ്രിലാണ് അമൃത്പാൽ സിംഗിനെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ അമൃത്പാൽ സിംഗ് ഉള്ളത് അസമിലെ ദിബ്രുഗഡ് ജയിലിലാണ്. ഇവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായും സാധിക്കുമെന്ന് തന്നെയാണ് ഉത്തരം. കാരണം പാർലമെന്റിൽ എംപിമാരായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അവർക്ക് ഭരണഘടനാപരമായ അവകാശമുണ്ട്. പക്ഷേ മറ്റ് ചില സുപ്രധാന നിബന്ധനകൾ കൂടിയുണ്ട്. കാരണം ഈ പാർലമെന്റിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ജയിൽ അധികാരികളിൽ നിന്നും ആദ്യം അനുമതി തേടേണ്ടതുണ്ട്. അവർ അനുമതി നൽകിയാലും സംസ്ഥാന സർക്കാർ ഈ അനുമതി അംഗീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ജയിലിലേക്ക് തിരികെ മടങ്ങി പോവുകയും ചെയ്യണം. ഇതിന് ശേഷം തങ്ങൾക്ക് കുറച്ചു നാളത്തേക്ക് പാർലമെന്റ് സമ്മേളനങ്ങളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല എന്നറിയിച്ചുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകണം. സ്പീക്കർ ഇത് ലോക്സഭാ കമ്മിറ്റിക്ക് നൽകും. സഭാ നടപടികളിൽ നിന്നും വിട്ടുനിൽക്കാൻ അംഗത്തെ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ളത് സമിതി ശുപാർശ ചെയ്യും. പിന്നീട് പാർലമെന്റിൽ ശബ്ദ വോട്ടെടുപ്പ് ഉൾപ്പെടെ നടക്കും. മാത്രമല്ല 2 വർഷത്തേക്ക് ഇവർ 2 പേരും ജയിലിൽ തന്നെ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ 2013 സുപ്രീം കോടതി വിധി പ്രകാരം ഇവർക്ക് MP സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അമൃത്പാൽ സിംഗും അബ്ദുൾ റാഷിദും ഒക്കെ വിജയിച്ചു കയറിയത് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. പക്ഷേ ഇവരുടെ ഭാവി തുലാസിലാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.